ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോയായിരുന്നു. വേറെ എവിടേക്കല്ല, നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങളൊരു വെള്ളിയാഴ്ചയാണ് പുറപ്പെടുന്നത്. വെള്ളിയാഴ്ച ഈവനിങ് ഞാൻ ജോലിക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളൊരു 4-4:30 കൂടി പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ നല്ല ബ്ലോക്കും ചെറിയ രീതിയിലെ മഴയൊക്കെ ഉണ്ട് വഴിയിൽ. അപ്പോൾ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്ക് ഒന്ന് പോകണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം സമയമുള്ളപ്പോൾ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാമെന്നുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് കുറേ സമയം വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ മോർണിംഗ് ആയിരിക്കുകയാണ്. അപ്പോൾ മോർണിംഗ് ആയി. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ഒരു 1 മണി 2 മണി ആകാറായിട്ടാണ്. ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്കൊക്കെ കിട്ടി ഞങ്ങൾ എത്തിപ്പെടാൻ നേരമായി. അപ്പോൾ നമ്മളൊരു ഹോം സ്റ്റേ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒരു നൈറ്റ് മാത്രം സ്പെൻഡ് ചെയ്യാനാണ്. പിന്നെ നമ്മളിനി വേറെ സ്ഥലം നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ പത്മനാഭ ടെമ്പിളിലേക്ക് പോകണം. അപ്പോൾ അതിന് അച്ഛനും മോളൊക്കെ എണീറ്റ് ഞാൻ ഇവിടുത്തെ ഒരു വൈബ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി പുറത്തു വിട്ടിട്ടുണ്ട്. നോക്കാം കേട്ടോ. പതുക്കന്നെ അമ്മ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടീനെ കുളിപ്പിച്ച് ആൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വേഗം റെഡിയാക്കിയിട്ട് എനിക്ക് വേഗം ഇറങ്ങേണ്ടതുണ്ടായിരുന്നു. കാരണം അമ്പലത്തിൽ പോയി വന്നിട്ട് വേണമെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനും പിന്നെ വേറെ റൂം തപ്പാനും. അപ്പോൾ ഇത് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ധ്രുവക്കുട്ടിയുടെ ഓണത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉള്ളത് ചേട്ടനും ആളുടെ വൈഫും അതുപോലെ തന്നെ മോനുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സ്റ്റേ ചെയ്ത സ്ഥലത്തെ നമ്മുടെ ഓണർ കുറച്ച് റൂഡായിട്ടുള്ള പെരുമാറ്റമായിരുന്നു കേട്ടോ. എനിക്ക് അത്ര തീരെ ഹോസ്പിറ്റാലിറ്റി ഒന്നും കാണിക്കാത്തൊരു ആളായിരുന്നു. അപ്പോൾ എന്തായാലും അവർ നിവർത്തിയില്ല. ഞങ്ങൾ പെട്ടെന്ന് അവിടെ പോയിട്ട് ഒരു നൈറ്റ് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അടുത്തെത്തി. കുറച്ച് അകലെയായിട്ട് ഒരു പെയിൻ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എവിടെ പോയാലും മെയിൻ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പാർക്കിംഗാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് നേരെ നടന്നു. അപ്പോൾ ചേട്ടൻ പറമ്പൂടിയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി മുണ്ടെടുക്കാൻ മറന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ മുണ്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കാരണം പിന്നെ ടെൻഷനൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫോണ് അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളൊന്നും ഉള്ളിൽ കയറ്റാൻ പറ്റില്ല പറഞ്ഞ കാരണം നമ്മളത് ക്ലോക്ക് റൂമിൽ വെക്കാൻ വരി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് ഞങ്ങൾ വണ്ടിയിൽ കൊണ്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നെടുത്ത വിഷ്വൽസാണിത്. പിന്നെ അതിന് ശേഷം അപ്പോൾ എനിക്കും അതുപോലെ തന്നെ ചേട്ടന് വേണ്ടി മുണ്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കിതുപോലെ തന്നെ അരയിലെടുക്കാൻ ഒരു മുണ്ടും ചേട്ടനൊരു മുണ്ടും മേൽമുണ്ടും എടുത്തു. പിന്നെ പ്രത്യേകിച്ച് ഫോട്ടോസൊന്നും വരില്ല. നമ്മൾ കുറച്ച് ഫോട്ടോസാണ് അവിടെ എടുത്തത്. അപ്പോൾ ആ ഫോട്ടോസ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ പോയിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. പിന്നെ നമ്മൾ അടുത്തിന് പോകാമെന്ന് വിചാരിച്ചത് സൂവിലേക്കാണ്. അപ്പോൾ പിള്ളേരുള്ള കാരണം സൂവിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, കാരണം അത്രയും നടക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം മുന്നേ ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ നടക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിള്ളേരുള്ള കാരണം നമ്മളങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. അപ്പോൾ പോണ വഴിക്ക് ഇവിടെ സെക്രട്ടേറിയറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടത് അപ്പോൾ സിനിമയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വിഷ്വൽ മറിക്കുന്ന രീതിയിൽ കുറേ വണ്ടിക്ക് വന്നു. കുറച്ച് നേരം നിന്നിട്ട് വണ്ടി സ്ലോ ചെയ്ത ശേഷം ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് കണ്ടു. ഇത് ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കാണുന്ന സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ നോക്കുകയാണ് ആരെങ്കിലും അവിടെ സമരം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞു പോകുകയാണ്. നമ്മൾ ഓൾറെഡി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊടി മസാല ദോശ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സൂപ്പറായിരുന്നു. നല്ല സൂപ്പർ ദോശയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ സൂയൊക്കെ കറങ്ങിയതിന് ശേഷം ഉച്ചത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ നിന്ന് ബോളിയും അതുപോലെ പാട പായസം കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, ഫോൺ കയ്യില്ലാത്ത കാരണം. ചേട്ടനും അതുപോലെ തന്നെ രണ്ടുപേരും ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ അവരാണ് ഇങ്ങനെ ഒരേ സ്ഥലങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതൊരു പള്ളിയാണ്, അപ്പോൾ അതിൻ്റെ പ്രാധാന്യങ്ങൾ അതിൻ്റെ ഫേമസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സ്റ്റേഡിയം ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നിർത്തിയിട്ട് കണ്ടിട്ട് അങ്ങനെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിലൊരു മഴയും കാര്യങ്ങളും ഞങ്ങൾ തലേദിവസം മുതൽ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പേടിച്ചു നല്ല മഴയൊക്കെ കിട്ടുമെന്ന്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മുടെ യാത്രേനെ ബുദ്ധിമുട്ടിക്കൊണ്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ പള്ളി, അപ്പോൾ നല്ല പഴയ പള്ളി കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേത് ആംഗ്ലോ ഇന്ത്യൻ പള്ളിയാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അവസാനം നമ്മളവിടെ എത്തി. നമ്മൾ സൂവിലെത്തി. നമ്മൾ ഉള്ളിലാണ് പാർക്ക് ചെയ്തിട്ട്, സൂവിൻ്റെ ഉള്ളിൽ തന്നെയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോവാണ്. ഇപ്പോൾ ധ്രുവക്കുട്ടീനെ കൊണ്ട് എവിടെ പോകുമ്പോൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ അവൾ നടന്നു തുടങ്ങിയ കാരണം അവൾക്ക് സ്വയം നടക്കണം.
അവൾ നടക്കുകയാണെങ്കിൽ എന്നിട്ട് സ്പീഡിൽ നടക്കില്ല, നമ്മളെ എടുക്കാനും സമ്മതിക്കില്ല. അപ്പോൾ കുറേ ലാഗ് വരും. അപ്പോൾ അത് അവളുടെ വല്യമ്മയുടെയും ചേട്ടൻ്റെ കൈ പിടിച്ച് നടക്കാണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ് നടക്കണേൻ്റെ സന്തോഷം. പിന്നെ പുതിയൊരു സ്ഥലമാണ്, റോഡൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നടക്കണേ. ഇപ്പോൾ വീഴുന്ന രീതിയിൽ നടക്കണ്ട, ചിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേട്ടന്മാരനെ. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ സൂവിൽ തന്നെ പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് തല കറങ്ങി. ദൈവമേ, ഇതൊക്കെ എനിക്ക് കവർ ചെയ്യണമല്ലോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചേട്ടാ. അങ്ങനെ ഇത് നടന്നിട്ട് ഏതാണ്ട് സൂവിൻ്റെ സെക്ഷനിലേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ധ്രുക്കുട്ടീനെ, ഞാനിപ്പോൾ ഇത് ചേട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ ധ്രുക്കുട്ടീനെ പിടിച്ച് നടക്കാൻ പറയാണ് കേട്ടോ. അവളാണെങ്കിൽ നടക്കണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ സൂവിൻ്റെ അവിടെ എത്തി ടിക്കറ്റ് എടുക്കണ സ്ഥലത്തെത്തി. ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ അത് അവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് കണ്ട ഒന്നും മനസ്സിലായില്ല എനിക്ക്. അപ്പോൾ നമ്മൾ പിന്നെ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ നല്ലൊരു പ്രത്യേക വൈബ്, മറ്റ് സൂ പോലെയല്ല, കുറച്ചും കൂടിയും ആ ഒരു നാച്ചുറലായിട്ടുള്ള സ്ഥലത്ത് തന്നെ എല്ലാവരെയും സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല രസം തോന്നി കാണാനായിട്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഗർ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചാണ് ഈ പോകുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു സെക്ഷൻ മുഴുവൻ, ആദ്യത്തെ ഒരു സെക്ഷൻസ് മുഴുവൻ പല കുരങ്ങന്മാരാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇവരൊന്നും കാണാനുമില്ല, ഒക്കെ ഈ മരത്തിലൊക്കെ കയറിയിരിക്കണം. കാരണം അതിൽ പകുതി പേരെ ഞാൻ കണ്ടുമില്ല. അപ്പോൾ അങ്ങനെ അച്ഛനും മോളും നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കരടീനെ കണ്ടപ്പോഴാണ് കേട്ടോ. അപ്പോൾ കരടീനൊക്കെ അങ്ങനെ നോർമലാണ് കാണാറില്ല. അപ്പോൾ കരടീനെ കണ്ടപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ അത് ധ്രുക്കുട്ടി കാണിച്ചു കൊടുക്കണം കേട്ടോ കരടീന്നൊക്കെ. അപ്പോൾ അതിന് ശേഷം മെയിൻ ആൾ ഭയങ്കര ഉറക്കമായിരുന്നു. നമുക്ക് വിളിച്ചിട്ടും കുറേ പേരൊക്കെ പ്രവഹിക്കുന്ന രീതിയിൽ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടെ എല്ലാവരും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ല റെസ്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു, എല്ലാ അനിമൽസും. അപ്പോൾ അത് കാരണം ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു ഉറക്കം തൂങ്ങിയ മട്ടിലായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റൈനോനെ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ റൈനോനൊക്കെ കണ്ടിട്ട് അങ്ങനെ നടക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുറത്ത് പോകാൻ നോക്കിയതാണ്. അപ്പോൾ പിന്നെ പുലിയും ടൈഗറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ സെക്ഷനിലേക്ക് കുറച്ചുകൂടി ഉയരത്തിലാണ് ആ സെക്ഷൻ. അപ്പോൾ അങ്ങോട്ട് കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കയറണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ചേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം കയറിയതാണ് കേട്ടോ. അപ്പോൾ അതൊരു കടുവ, അതിൻ്റെ ഷെൽട്ടറിൻ്റെ ഉള്ളിലായിരുന്നു. അതിങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് കേട്ടോ വരുന്നത്. പിന്നെ ആൾക്കാർ കണ്ടപ്പോൾ ആൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നാത്തതുകൊണ്ടാണ് തിരിച്ച് കയറിപ്പോണ്ടായി. പക്ഷെ അത് നല്ലൊരു ഭയങ്കര ഒരു രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ ആളെ കണ്ടത്. കുറച്ചെങ്കിലും ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ നടക്കുന്നത് ഈ ഒരു കടുവ തന്നെയായിരുന്നു. ബാക്കി എല്ലാവരും ഭയങ്കര ഒരു റെസ്റ്റിംഗ് മോഡിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ട് നേരെ വന്നത് കോവളം ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ ബീച്ചിലൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു ബീച്ച് സൈഡിൽ തന്നെ. അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് അതിന് ശേഷം ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനും ചേച്ചിക്ക് മുന്നേ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നിലുള്ള കാരണം അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെ മുന്നിലുള്ള ആൾക്കാർ നമ്മളോട് ഇങ്ങനെ വിളിച്ച് ഇങ്ങോട്ട് കയറാനൊക്കെ പറഞ്ഞ് അവരുടെ മെനുവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വൈബ്, നല്ല രസമുണ്ട്. അപ്പോൾ സീ ഫുഡ് അങ്ങനെ പുറത്ത് ചേട്ടതൊക്കെ വളരെ കാര്യമായി ചോദിച്ച് മനസ്സിലാക്കുകയാണ് കേട്ടോ. പിന്നെ അവരും കൂടി വന്നിട്ട് നമുക്ക് തീരുമാനിക്കാനുള്ള രീതിയിൽ ഞങ്ങൾ അവരുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓൾറെഡി നടന്ന ഒരു അത്യാവശ്യം ദൂരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശാന്തത, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു മഴക്കാറും ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ ഗോവയിൽ പോയിട്ടുണ്ട്, ന്യൂ ഇയർ നൈറ്റ് നമ്മളവിടെ ആഘോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് നല്ല വൈബായി തോന്നുന്നുണ്ട് കേട്ടോ, ആ ഒരു ടച്ച് തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോവയിലൊക്കെ ഇതുപോലെ ഒരു ബീച്ച് സൈഡിലുള്ള ഒരു വൈബ് തന്നെയാണ് ഇവിടെ. എനിക്കതിന് കൂടുതൽ ഇഷ്ടമായി തോന്നുന്നു. ആ ഒരു നല്ലൊരു ഫീലിംഗ്, നല്ല വൈബുള്ളൊരു സ്ഥലമായിരുന്നു. കൊള്ളാം എന്തായാലും. അപ്പോൾ ഞങ്ങളങ്ങനെ ഇനിയിപ്പോൾ അവിടെ എത്തിയ ശേഷം ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറണം. അപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ കയറുമെന്ന് ഞാൻ ആലോചിച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവരെ കണ്ടുകൊണ്ട് അവർ അവിടെ ബീച്ചിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് കുറേ കടകളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചിട്ടാ ഒരു ശരി ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും നമ്മളവിടെ നിന്ന് വാങ്ങിയില്ല, പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. അപ്പോൾ നമ്മൾ വേഗം ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നു.
നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ കറണ്ടൊക്കെ പോയിട്ടാണ്. അപ്പോൾ ഏതായാലും മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കറണ്ടൊക്കെ പോയി, ചെറിയ മഴയും പുറത്തുണ്ട്. പിന്നെ നമുക്ക് എന്താ ഓർഡർ ചെയ്യും? അപ്പോൾ ഒരു മെയിനൊക്കെ കണ്ടപ്പോൾ ഒരു സുഖം തോന്നിയില്ല. പിന്നെ അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അതാ നല്ല ധ്രുവക്കുട്ടിക്ക് നല്ല സെറ്റായിട്ട് പാട്ട് കേട്ടിരിക്കുകയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുതിയ റെസ്റ്റോറൻറ്റിൽ കയറി. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇത് ആഴിമല ടെമ്പിളാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ തിരുവനന്തപുരത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സ് നോക്കിയിട്ട് കണ്ടെത്തിയതാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാച്ചു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടോ, അകലെ തന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആയിരുന്നു. അപ്പോൾ ശിവൻ്റെയും അതുപോലെ ഗംഗാദേവിയുടെയും നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്റ്റാച്ചു തന്നെയായിരുന്നു. അപ്പോൾ നല്ല വെയിലാണ്, അവിടെ നിന്ന് തിരിയാൻ പറ്റില്ല, അത്രയും വെയിലാണ്. ഫോട്ടോസ് എടുക്കാനൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഫോട്ടോസ് എടുത്ത്. അവിടുത്തെ കടലെന്ന് പറയുന്നത് അതിനും ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര ബ്ലൂ കളറിലാണ് കണ്ടിരുന്നു കേട്ടോ. അത്രയും രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ വെയിലൊക്കെ ഇല്ലെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ അവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു. വെയിൽ ഇതൊരു കുട്ടിയോടുള്ള കാരണം ഫുൾ ടെൻഷനായിരുന്നു. വെയിൽ കൊണ്ടിട്ട് നല്ല ബുദ്ധിമുട്ട് വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിന്നായിരുന്നത്. എന്തായാലും നല്ല നല്ല വ്യൂ ആയിരുന്നു. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പോകുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. നല്ലൊരു സ്ഥലമാണ്. കുറച്ചുകൂടി ഈവനിങ് ആണെങ്കിൽ കുറച്ചും കൂടി രസമായാലും തോന്നുന്നു. അപ്പോൾ കുറേ പേരവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഒരു സ്റ്റാച്ചു ആണ്, നല്ല നല്ല പെർഫെക്ഷൻ, കൊള്ളാം, എല്ലാം നന്നായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ലുലു മോളിലേക്കാണ് കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള ലുലു മോളിലേക്കാണ് പോയത്. അപ്പോൾ അത് പാർക്കിംഗ് ഏരിയ ആണ് അവിടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുന്ന വഴിക്ക് തന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ ആണ്. അപ്പോൾ നമ്മളവിടെ ഒരു കുട്ടി ആ സമയത്ത് ഉറങ്ങുമായിരുന്നു കേട്ടോ. പ്ലേ ഏരിയയിൽ എത്തിയിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ എഴുന്നേറ്റത്. അപ്പോൾ ഈ സമയത്തൊക്കെ ചേച്ചിയാണ് അവളെടുത്ത് നടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം, നമ്മൾ എന്തെങ്കിലും ഗെയിംസ് കളിപ്പിക്കാൻ പിള്ളേരൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ നമ്മൾ സമയം നമുക്ക് ഇന്ന് തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ അധികം നേരം വൈകിക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് നമ്മളെന്തായാലും ധ്രുവക്കുട്ടി എണീറ്റപ്പോൾ ധ്രുവക്കുട്ടിക്ക് ഇത് കണ്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവളെ കുറച്ച് റൈഡ്സിൽ വെറുതെ ഒന്ന് ചുമ്മാ ഇരുത്തി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ. ഉറങ്ങി എണീറ്റപ്പോൾ കാണുന്നത് ഒരു മാഹിക ലോകമാണ്. അപ്പോൾ ആ ടൈമോട് ചേട്ടനും വൈഫും മോനും അവർ വേറെ പോയി. ഇപ്പോൾ നമ്മളെന്തായാലും നമ്മൾ കറങ്ങാം, അവസാനം നമ്മൾ കണ്ടുമുട്ടാന്നുള്ള ഒരു ധാരണയിൽ അവർ വേറെ പോയിട്ടു. അപ്പോൾ നമ്മളിവിടെ ധ്രുവക്കുട്ടീനെ കളിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മളിവിടെ നിന്നു. അതിലുള്ള ഓരോ ടോയ് കാറിലും നമ്മളവിടെ ഇരുത്തായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും കൊള്ളാം. നമ്മൾ ലുലു എന്താ പറയുക, എറണാകുളത്തുള്ള ലുലു മോളിലാണെങ്കിലും നമ്മുടെ മോളിലൊക്കെ ആണെങ്കിലും അതിനേക്കാളൊക്കെ ഭയങ്കര വലിയ ഒരു പ്ലേ ഏരിയ ആണ്. അപ്പോൾ അതുതന്നെ പിള്ളേരൊക്കെ ആയിട്ട് ഒരു ശനി ഞായറൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ ഇവിടെ തന്നെ ഫുള്ള് നിന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നിന്നിട്ട് തന്നെ കുറേ നേരം സമയം വൈകി ഞങ്ങൾ നിന്നിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ബാക്കി സ്ഥലം കൂടി കാണണമല്ലോ എന്ന് വെച്ച് വേഗം ഓടി ഇറങ്ങിയിട്ടാണ്. അപ്പോൾ പിന്നെ കുറേ സ്ഥലമുണ്ട്, നമുക്ക് അത്ര ടൈമും ഇല്ല. എന്നാലും ക്രിസ്മസിന് ടൈമായി കാരണം അതിൻ്റെ ഒരു വൈബിലാണ് മൊത്തം മോളെന്ന് പറയുന്നത്. ഡെക്കറേഷനും അതാ ക്രിസ്മസ് ട്രീ, ഭയങ്കര ജയൻ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം നടന്നപ്പോൾ നമ്മൾ വിചാരിച്ചു, അപ്പോഴേക്കും ചേട്ടനും ചേച്ചിയും അവർ ലുലു ഫാഷൻ സ്റ്റോറിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ലുലു ഫാഷൻ സ്റ്റോർ തിരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചോദിച്ച് നടക്കേണ്ട ഗതിയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ചോദിച്ച് നമ്മൾ ആ ഏരിയയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കൊള്ളാം. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ വന്നിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. ലുലു മോളിൽ നമുക്ക് വന്ന് വൈബ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ഷോപ്പിങ്ങിന് എല്ലാം പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും മറ്റേ ആഴിമല ടെമ്പിളിൽ പോയിട്ട് പിന്നെ നമുക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ. നമ്മളിപ്പോൾ തിരിച്ചാലാണ് പിറ്റേ ദിവസം, നമ്മളിപ്പോൾ ഞായറാഴ്ചയാണ്, ഇപ്പോൾ തിരിച്ചാലാണ് നമുക്ക് ഞായറാഴ്ച നൈറ്റ് വീട്ടിലെത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ നടക്കണേ. അപ്പോൾ അതിന് ശേഷം ലുലു ഫാഷൻ സ്റ്റോറിൽ ചെന്നപ്പോൾ ഇത് കുട്ടികളുടെ ഏരിയയിൽ പോയിട്ടാണ്. അപ്പോൾ അത് അവൾക്ക് വേണ്ടിയിട്ട് സിപ്പർ ബോട്ടിൽ നോക്കിയത് മാത്രം ഓർമ്മയുള്ളൂ. അവളത് കയ്യിൽ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അവളത് വായലൊക്കെ വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും വായിൽ വെച്ച സ്ഥിതിക്ക് വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളത് എടുത്തു. പിന്നെ ഇത് അവൾക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ആ ചെയറും എടുത്തു എന്ന് പറയുന്നതാണ് ശരി. അവളത് വായ വെച്ചു കേട്ടോ. എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ല, നമുക്കിന്നെ തിരിച്ചു വെക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഈ ചെയർ അവൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് നല്ല ക്യൂട്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവളത് എന്തായാലും നല്ല അവളുടെ പാകത്തിന് പറ്റിയിട്ട് ചെയറാണ് കേട്ടോ കാലത്ത് കിട്ടിയത്. അപ്പം അതിനുശേഷം നമ്മുടെ പിള്ളേർക്ക് നമ്മൾ കുറച്ച് ടോയ് കാറൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് പോന്നു.
തിങ്കളാഴ്ച ഒരു പുലർച്ചെ 1 മണി 2 മണിയായപ്പോഴാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോസായിട്ട് പിന്നെ വരാം. അതുവരേക്കും